Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് വിൻറ്റയുടെ സോഫ്റ്റ് ഉപയോഗിച്ച് ഓപ്ഷൻ ബൈങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമുക്ക് പ്രീമിയം ചാർട്ട് കൂടെ അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഏത് സ്ട്രൈക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് എൻട്രി എക്സിറ്റും ചെയ്യാൻ പറ്റും. അതാണല്ലോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് വേണ്ടത്. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ വന്ന് കൺഫേം ആണെങ്കിൽ ഒരു 80 to 90% കൺഫേം നമുക്ക് ആക്യുറസി കിട്ടും. ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന ലൈവ് മാർക്കറ്റിൽ ഈ ഒരു സ്ട്രാറ്റജി കാണാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഫീസ് വരാവുന്നതാണ്. ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്താണ്. ഓൺലൈൻ തന്നെ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. താഴെ നമ്പർ ഡിസ്പ്ലേ ആവുന്നത് എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു എക്സാമ്പിൾ വീഡിയോ ആണ്. പുട്ട് ഓപ്ഷൻ 22,900 ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സിഗ്നൽ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ പറയാകുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിന് ഇതുപോലെ നമുക്ക് ബൈ സിഗ്നൽ കാണിച്ചാൽ മാത്രം പോരാ. ഇത് എൻഡ് ചെയ്ത് ഇപ്പോൾ സിഗ്നൽസ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇത് കൺഫേം ആണെന്നുകൂടി ചെക്ക് ചെയ്യണം. ആ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. താഴത്ത് നോക്കിയാൽ പ്രൈസ് എന്ന് പറയുന്നത് ബൈ സോണിലായിട്ട് എഴുതി കാണിക്കാം. പ്രൈസ് ഇൻ ബൈ സോണിന് എഴുതിയും കാണിക്കണം. അതുപോലെ ഈ ബൈസിക്കിൾ വന്നിരിക്കുന്ന ഈ ക്യാൻഡിലാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. കാരണം നമ്മുടെ എൻട്രി പോയിന്റിൽ അതിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് 237.60. ഇത് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസാണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ട്രേഡ് എടുക്കുന്നതിന് മുന്നായിട്ട് എൻട്രി ചെയ്യണം. അതിൻ്റെ തൊട്ട് താഴത്തൊരു ബാർ ഉണ്ടല്ലോ, ആ ബാർ ഗ്രീൻ ആണെന്ന് നോക്കുക. ആക്ച്വലി ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് തേർഡ് ക്യാൻഡിലാണ് കൺഫർമേഷൻ കിട്ടിയത്. അത് കുഴപ്പമില്ല. നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ ആ ഒരു സെയിം ടൈമിൽ തന്നെ കൺഫർമേഷൻ ഇല്ല. മൂന്നാമത്തെ ക്യാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് എറൗണ്ട് ആ സെയിം പ്രൈസ് തന്നെ നമുക്ക് കിട്ടിയത് കേട്ടോ. തേർഡ് ക്യാൻഡിൽ നമുക്ക് എറൗണ്ട് സെയിം പ്രൈസ് തന്നെ കിട്ടി. നമ്മൾ കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ ട്രേഡ് എടുക്കേണ്ട എപ്പോഴും നിങ്ങളുടെ ട്രേഡിംഗ് ബ്രോക്കർ പ്ലാറ്റ്ഫോം, നിങ്ങളിപ്പോൾ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിറ്റ് ലെവൽ നമ്മളിപ്പോൾ 237.60 നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ മാർക്കറ്റോട് ഇടുമ്പോഴത്തേക്കും 237.60 ചിലപ്പോൾ മേലോട്ടോ താഴോട്ടോ പ്രൈസ് കിട്ടും. അതിൽ എൻട്രി ചെയ്യുക. അപ്പോൾ സോഫ്റ്റ് താഴത്ത് തന്നെ എക്സിറ്റ് ലെവൽ 3 ടാർഗറ്റ്. ഇപ്പം ലാസ്റ്റ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 299.40 ആയിരുന്നു നമ്മുടെ 3 ടാർഗറ്റ് സോഫ്റ്റ്. അതായത് സിഗ്നൽ വരുമ്പോൾ തന്നെ അതിൻ്റെ എക്സിറ്റ് ലെവലും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ താഴെ ഡിസ്പ്ലേ വരും. അത് കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മുടെ പാട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സിഗ്നൽ വന്നത് കൺഫേം ആണോ എന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടൂ. ഒരു സിഗ്നൽ കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത് ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസിനെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ചാർട്ടും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലോസ് ഒഴിവാക്കി കിട്ടും. കാരണം ചില സമയത്ത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് നിങ്ങൾ നോക്കി ചെയ്യുമ്പോൾ അവിടെ ഫേക്ക് ആയിട്ടുള്ള ട്രെൻഡ് വരും. അത് ഇതിനകത്ത് എഫക്റ്റ് ചെയ്തില്ല. യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അത് സൈഡ് ഉൾപ്പെടെ നമുക്ക് അറിയാൻ പറ്റും. റെസിസ്റ്റൻസ് സപ്പോർട്ടും എല്ലാം ഉണ്ട്. ഈ റെഡ് സ്റ്റാറാണ് റെസിസ്റ്റ് ചെയ്യുന്നത്, താഴത്തൊരു ബ്ലൂ വരുന്ന സപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മെയിൻ ചാർട്ട് എപ്പോഴും ഫോക്കസ് ചെയ്യാം രാവിലെ. അവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, ഇവിടെ പ്രൈസ് ഉണ്ട്, സെല്ല് കിട്ടിയത് അല്ലെങ്കിൽ ബൈ കിട്ടിയ റേറ്റ് ഇവിടെ ഉണ്ട്. ഈ റേറ്റിൽ നിന്ന് നമ്മളതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ലേൺ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.